ഗുജറാത്തിൽ ലീഗ് പുനരധിവസിപ്പിച്ചവർ അഭയം തേടി കേരളത്തിലെത്തി. വംശഹത്യയുടെ ഇരകൾ കോഴിക്കോട്ട് കുത്തിയിരിപ്പ് സമരം തുടങ്ങി. നിവേദനം നൽകാനെത്തിയ ഇരകളെ ലീഗ് ഹൌസിൽ തടഞ്ഞുവച്ചതായി പരാതി. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. ഗുജറാത്ത് വംശഹത്യയെ തുടർന്ന് നിരാലംബരായവർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകൾക്ക് രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ട് ഇരകൾ സമരം ആരംഭിച്ചു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലാണ് ഇവർ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത്. ഇൻസാഫിന്റെ നേതൃത്വത്തിൽ 20 പേരാണ് സമരം നടത്തുന്നത്. രേഖകൾ കൈമാറുന്നതിൽ തീരുമാനമാകുന്നതുവരെ സമരം തുടരുമെന്ന് അവർ അറിയിച്ചു. അതിനിടെ നിവേദനം നൽകാനെത്തിയ ഇവരെ കോഴിക്കോട് ലീഗ് ഹൌസിൽ തടഞ്ഞുവച്ചതായി പരാതി ഉയർന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 മുതൽ രാത്രി 7:30 വരെ ഓഫീസിൽ ഇരുത്തിയ ഗുജറാത്ത് സംഘത്തെ വീടിന്റെ ഒരു ഉറപ്പും നൽകാതെ വിട്ടയച്ചതായും അവർ പരാതിപ്പെട്ടു. സിറ്റിസൺ നഗറിൽ ലീഗ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ രേഖ ആവശ്യപ്പെട്ട് കോഴിക്കോട് സമരത്തിനെത്തിയവരിൽ കുറച്ചുപേരാണ് ലീഗ് ഹൌസിൽ പരാതിയുമായി എത്തിയത്. നിർമ്മിച്ചു നൽകിയ 40 വീടിനും പട്ടയം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നേതാക്കളെ കാണാനാണ് ഇരകളിലെ ഏതാനും പേർ ലീഗ് ഹൌസിലെത്തിയത്. നേതാക്കൾ വരുമെന്ന് വിശ്വസിപ്പിച്ച് ഓഫീസിൽ ഇരുത്തിയ തങ്ങളെ ഭീഷണിപ്പെടുത്തി സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതായും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓഫീസിന് പുറത്ത് മാധ്യമപ്രവർത്തകർ എത്തിയതോടെയാണ് ഇവരെ വിട്ടയച്ചത്. ഭൂമിയുടെ രേഖ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഓഫീസിലുള്ളവർ പറഞ്ഞതെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നേരിട്ട് വരാമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചതെന്നും ഗുജറാത്ത് സംഘം പറഞ്ഞു. തങ്ങളെ ആരും ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതല്ല. വരവ് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗവുമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലെന്നും അവർ പറഞ്ഞു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. തിരഞ്ഞെടുപ്പ് അടുക്കുന്തോറും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വിഭ്രാന്തിയെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. BJP മുഖ്യ എതിരാളിയെന്ന പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു പിണറായി. മുഖ്യമന്ത്രിയുടെ നിലപാടിനോട് UDF കോൺഗ്രസോ യോജിക്കില്ല. LDF UDF കടുത്ത മത്സരമെന്നാണ് AK ആന്റണി പറഞ്ഞത്. കേരളത്തിൽ ഒരു സീറ്റിലും BJP ജയിക്കാൻ സാധ്യതയില്ല. വടകര ബേപ്പൂരും മോഡൽ നടപ്പാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. അതേസമയം തന്റെ കുട്ടനാട്ടിലെ പ്രസംഗം അടർത്തിയെടുത്ത് വിവാദമാക്കിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിൽ മത്സരം UDFും BJPയും തമ്മിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. കോൺഗ്രസ് BJP ധാരണയുണ്ടെന്ന CPM ആരോപണത്തിന് മറുപടിയാണ് പറഞ്ഞത്. CPMഉം BJPയും തമ്മിലാണ് ധാരണ. ചിലയിടങ്ങളിൽ 1ാം സ്ഥാനത്ത് UDFും 2ാം സ്ഥാനത്ത് BJPയുമാണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന UDFന് വോട്ട് മറിക്കാനാകില്ല. 2015-16 കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കായി എയർ ഇന്ത്യ ചെലവാക്കിയത് 117 കോടി രൂപ. മുൻ വർഷത്തെ അപേക്ഷിച്ച് 25% കൂടുതലാണിത്. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ 22 രാജ്യങ്ങളാണ് മോദി സന്ദർശിച്ചത്. അതേസമയം 2013-14 കാലയളവിൽ മൻമോഹൻ സിംഗ് നടത്തിയ വിദേശയാത്രയിൽ എയർ ഇന്ത്യക്ക് ചെലവായത് 108 കോടി രൂപയാണ്. ലോകേഷ് ബാത്ര എന്നയാൾക്ക് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ഈ വിവരങ്ങളുള്ളത്. 2015-16 വർഷം ഏപ്രിലിൽ ഫ്രാൻസ്, കാനഡ, ജർമ്മനി എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു ഏറ്റവും ചെലവേറിയതെന്നും കണക്കുകൾ കാണിക്കുന്നു. 31 കോടി രൂപയാണ് ഇതിന് ചെലവ് വന്നത്. അതേസമയം ചൈന, മംഗോളിയ, കൊറിയ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് 15 കോടിയാണ് ചെലവായത്. ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞുനിന്നത് അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ സന്ദർശിച്ച് നവാസ് ഷെരീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു. 2014-15 കാലയളവിൽ ഓസ്ട്രേലിയയിലേക്കും മ്യാൻമറിലേക്കും നടത്തിയ യാത്രയായിരുന്നു ഏറ്റവും ചെലവേറിയത്. 22 കോടി രൂപയാണ് അതിന് ചെലവായത്. 2014 അധികാരത്തിൽ മോദി വന്ന ശേഷം അമേരിക്ക, സിംഗപ്പൂർ, നേപ്പാൾ എന്നിവിടങ്ങളിലേക്കാണ് തുടർച്ചയായി അദ്ദേഹം യാത്രകൾ നടത്തിയത്. 2016 ഇതിനകം ബെൽജിയം, അമേരിക്ക, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞ മോദി ഈ മാസം അവസാനം ഇറാനിലേക്കും ജൂണിൽ അമേരിക്കയിലേക്കും വീണ്ടും യാത്ര തിരിക്കുന്നുണ്ട്. അബുദാബിയിൽ വൃത്തിഹീനമായ ബാച്ചിലർ റൂമുകൾക്കെതിരെ നഗരസഭ നടപടി കർശനമാക്കി. മുറികളിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നതാണ് ഇതിന് കാരണം. കഴിഞ്ഞ മാസം അബുദാബി സലാം സ്ട്രീറ്റ്, നേവി ഗേറ്റ് പരിസരത്ത് കെട്ടിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പേരെ നഗരസഭ കുടിയൊഴിപ്പിച്ചു. നിരവധി കെട്ടിടങ്ങളിൽ മുന്നറിയിപ്പ് നോട്ടീസ് പതിച്ചിട്ടുണ്ട്. നോട്ടീസ് പതിച്ച സമയപരിധിക്കുള്ളിൽ നടപടി സ്വീകരിക്കാത്തവർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ആസുരതകളിലെ ദുരഭേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉണ്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ.
ആസുരതകളിലെ ദുരപേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉണ്മ പടർത്തൂ സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? സ്നേഹവല നീർത്തി സാഫല്യവും ചാർത്തി ചീർത്ത കണ്ണുകളിൽ ചിരികോർത്തിടാനെത്തി. 14 പിറ പോലെ മനസ്സുകൾ തെളിയേണ്ടേ. ആസുരതകളിലെ ദുരപേരിയുയരുമ്പോ ആകുലങ്ങളിലെ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മർക്കസിൽ നടക്കുന്ന സഖാഫികൾക്കുള്ള ദഅ്വാ കോൺഫറൻസിനും ഖത്മുൽ ബുഖാരി ആത്മീയ സമ്മേളനത്തിനും അന്തിമരൂപമായി. ഈ മാസം 10 ഉച്ചയ്ക്ക് 2 നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 1000 സഖാഫികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൌണ്ടിൽ തയ്യാറാക്കിയ ദുൽതസം സ്ക്വയറിൽ വൈകിട്ട് 4 സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈലത്തൂർ പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും. അബുദാബി വഖഫ് മിനിസ്ട്രി ഡയറക്ടർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര പണ്ഡിതർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ ഉത്തരേന്ത്യൻ സാരഥികൾ, സമസ്ത മുസ്ലിം ജമാഅത്ത്, SYS, SSF, SMA, SJM നേതാക്കൾ പ്രസംഗിക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി നിർദ്ദേശം നൽകും. വൈകുന്നേരം 7 നടക്കുന്ന അന്താരാഷ്ട്ര ദഅ്വാ ചർച്ചാ സംഗമത്തിന് ഈജിപ്ത് അൽ അസ്ഹർ ചരിത്ര വിഭാഗം തലവൻ ഡോക്ടർ ഒസാമ സയ്യിദ് അൽ അസ്ഹരി നേതൃത്വം നൽകും. ഷേഖ് സൈനുൽ ആബിദിൻ അൽ ഹാമിദ് മലേഷ്യ, ഷേഖ് സലാഹുദ്ദീൻ ചെച്നിയ, ഷേഖ് ഹബീബ് അഹമ്മദ് ഒമാൻ, ഷേഖ് ഹാഷിം സ്വാഹി UAE തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. 11 രാവിലെ 5 വൈകിട്ട് 5 കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഹദീസ് ദർസ് നടക്കും. രാവിലെ 8:30 ആരംഭിക്കുന്ന ഫിഖ്ഹ് സെമിനാറിൽ കോടമ്പുഴ ബാബ മുസ്ലിയാർ, ബഷീർ ഫൈസി വെണ്ണക്കോട്, ചെറുശോല അബ്ദുൽ ജലീൽ സഖാഫി തുടങ്ങിയവർ ക്ലാസ് എടുക്കും. ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന ദഅ്വാ സെഷനിൽ ഡോക്ടർ ഉസാമ അസ്ഹരി, C മുഹമ്മദ് ഫൈസി, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ പ്രബന്ധം അവതരിപ്പിക്കും. വൈകിട്ട് 5:30 നടക്കുന്ന ദാഇ സെമിനാറിൽ കാശ്മീർ, ഗുജറാത്ത്, ബംഗാൾ, ഡൽഹി, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ വേദി പങ്കിടും. വൈകുന്നേരം 7 നടക്കുന്ന തസവുഫ് കോൺഫറൻസിൽ ലബനാൻ മുഫ്തി ഷേഖ് ഉസാമ അൽ റിഫായി, ഷേഖ് അഫീഫുദ്ദീൻ ജിലാനി മലേഷ്യ, ഷേഖ് അബ്ദുൽ ഫത്താഹ് അൽ നൂർ ടുണീഷ്യ, സയ്യിദ് ഹാമിദ് അഹമ്മദ് ഹബീബ് മദീന തുടങ്ങിയവർ നേതൃത്വം നൽകും. മെയ് 12 വ്യാഴാഴ്ച രാവിലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ദർശനു ശേഷം ദഅ്വാ സംബന്ധമായ മുഖാമുഖത്തിന് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി നേതൃത്വം നൽകും. രാവിലെ 10 മുതൽ മർക്കസ് മെയിൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്പൂർണ്ണ സഖാഫി സംഗമത്തിന് ബാച്ച് തല രജിസ്ട്രേഷൻ ആരംഭിക്കും. 6000-ൽ പരം സഖാഫികൾ പങ്കെടുക്കുന്ന ഉലമാ സമ്മേളനം അറബ് ലീഗ് അംബാസഡർ ഡോക്ടർ മാസിൻ അബ്ദുൽ അബ്ബാസ് നായിഫ് അൽ മസ്ഊദി ഈജിപ്ത് ഉദ്ഘാടനം ചെയ്യും. സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ, ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, കുമരംപുത്തൂർ അലി മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ ക്ലാസ് എടുക്കും. 3 വിവിധ കേന്ദ്രങ്ങളിൽ ബാച്ച് തല സഖാഫി സംഗമങ്ങൾ നടക്കും. അസർ നിസ്കാരാനന്തരം മുതൽ രാത്രി 9 മണിവരെ നടക്കുന്ന ഖത്മുൽ ബുഖാരി ആത്മീയ സമ്മേളനത്തിൽ 10,000 സംബന്ധിക്കും. തെന്നല CM മർക്കസ് സനദ് ദാന ജൽസ നാളെ നടക്കും. ഇസ്ലാമിക വിഷയങ്ങളിൽ അവഗാഹം നേടി പഠനം പൂർത്തിയാക്കി സാമൂഹിക സേവനത്തിനിറങ്ങുന്ന 85 യുവ പണ്ഡിതന്മാർക്ക് അൽ ഫാദിലി ബിരുദം നൽകും. നാളെ രാവിലെ 9 സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ പതാക ഉയർത്തുന്നതോടെ ജൽസയ്ക്ക് തുടക്കമാകും. 9:30 നടക്കുന്ന സ്ഥാനവസ്ത്ര വിതരണത്തിന് കോട്ടൂർ ഉസ്താദ് നേതൃത്വം നൽകും. 10 പണ്ഡിത സംഗമം പൊന്മള മൊഹീദ്ദീൻകുട്ടി ബാഖവിയുടെ അധ്യക്ഷതയിൽ ഇസ്മായിൽ മുസ്ലിയാർ ചാപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്യും. ഇബ്രാഹിം ബാഖവി മേൽമുറി മുഖ്യപ്രഭാഷണം നടത്തും. 2 നടക്കുന്ന സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ അൽ ഫാദിലി ബിരുദം കൈമാറും.
സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ പ്രാർത്ഥന നിർവഹിക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സനദ് ദാന പ്രഭാഷണം നടത്തും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസംഗിക്കും. സയ്യിദ് അബ്ദുൽ ഖാദർ ഹൈദ്രോസി എളങ്കൂർ, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലേലി, സയ്യിദ് സുലാഹുദ്ദീൻ ബുഖാരി കുരിയാട്, സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഖാരി കടലുണ്ടി, സയ്യിദ് ഫളിൽ ജിഫ്രി കുണ്ടൂർ, സയ്യിദ് സൈനുൽ ആബിദീൻ ജീലാനി, തനാളൂർ അബ്ദു മുസ്ലിയാർ തുടങ്ങി പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. ഹരിപ്പാട് സോൺ SYSന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന താജുൽ ഉലമ മസ്ജിദിനോടനുബന്ധിച്ച് സുന്നി സെന്ററിനും ഹിഫ്ദുൽ ഖുർആൻ കോളേജിനും ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ആലപ്പുഴ ജില്ലാ ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ഹാമിദ് അൽ ബാഫഖി തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു. തുടർന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അനുസ്മരണവും മൗലിദ് സദസ്സും നടന്നു. താമല്ലാക്കൽ മുസ്ലിം ജമാഅത്ത് കാര്യദർശി H അഹമ്മദ് സഖാഫി, OP മുഹമ്മദ് സഖാഫി, ബഷീർ സഖാഫി തുടങ്ങി പ്രമുഖ പണ്ഡിതരും നേതാക്കളും സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിക്കാൻ CPM BJP ധാരണയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയാകുക എന്ന ചരിത്രപരമായ മണ്ടത്തരത്തിന് ഇനിയില്ലെന്ന് AK ആന്റണി. മർക്കസിൽ നടക്കുന്ന അന്താരാഷ്ട്ര സഖാഫി സംഗമത്തിന് അന്തിമരൂപമായി. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി ജിഷയുടെ കൊലയാളിയിലേക്കെത്താൻ പോലീസിന് കൂടുതൽ തെളിവുകൾ, അന്വേഷണം ഒരാളിൽ കേന്ദ്രീകരിച്ച്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്ര, എയർ ഇന്ത്യക്ക് ചെലവായത് 117 കോടി രൂപ. ഗുജറാത്തിൽ ലീഗ് പുനരധിവസിപ്പിച്ചവർ അഭയം തേടി കേരളത്തിൽ, വംശഹത്യയുടെ ഇരകൾ കോഴിക്കോട്ട് കുത്തിയിരിപ്പ് സമരം തുടങ്ങി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.